നമസ്കാരം. നമ്മുടെ എല്ലാം നിത്യജീവിതത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് പാചകവാതകം അഥവാ LPG സിലിണ്ടറുകൾ. എന്നാൽ നിലവിൽ ഗ്യാസ് വിതരണവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന പുതിയ അറിയിപ്പുകൾ ഓരോ കുടുംബത്തെയും നേരിട്ട് ബാധിക്കുന്നവയാണ്. ഗ്യാസ് ഏജൻസികളിൽ വലിയ തോതിലുള്ള തിരക്ക് അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ സിലിണ്ടർ വിതരണം നിലയ്ക്കുമെന്ന തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങളൊക്കെ തന്നെ ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ പരക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്നും വിതരണം സുഗമമായിട്ട് തുടരുമെന്നും അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കുന്നു. എങ്കിലും ഗ്യാസ് ബുക്കിങ്ങിലും അതോടൊപ്പം തന്നെ വിതരണത്തിലുമൊക്കെ തന്നെ സർക്കാർ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള പുതിയ നിയന്ത്രണങ്ങളെക്കുറിച്ചും ഇലക്ട്രോണിക് KYC പോലെയുള്ള നിർബന്ധിത നടപടികളെക്കുറിച്ചുമൊക്കെ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുന്നത് ഭാവിയിൽ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനായിട്ട് നിങ്ങളെ സഹായിക്കും. എല്ലാവരും അതുകൊണ്ട് തന്നെ ഈ അപ്ഡേറ്റ് പൂർണ്ണമായിട്ട് കാണുക. മാക്സിമം നിങ്ങൾ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. നിലവിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം അത് ഗ്യാസ് സിലിണ്ടറുകൾ റീഫിൽ ചെയ്യുന്നതിനായിട്ട് നിശ്ചയിച്ചിട്ടുള്ള വെയിറ്റിംഗ് പീരീഡ് അഥവാ സമയക്രമമാണ്. പുതിയ നിയമപ്രകാരം നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ഒരു സിലിണ്ടർ ലഭിച്ച ശേഷം അടുത്ത സിലിണ്ടറിനായിട്ട് 25 ദിവസത്തെ ഇടവേള നിർബന്ധമാണ്. എന്നാൽ ഗ്രാമപഞ്ചായത്ത് പരിധിയിലൊക്കെ വരുന്ന ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഈ നിയന്ത്രണം കൂടുതൽ കർശനമാണ്. ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഉള്ളവർക്ക് ഒരു സിലിണ്ടർ ലഭിച്ചാൽ അടുത്തത് ബുക്ക് ചെയ്യാനായിട്ട് 45 ദിവസം വരെ കാത്തിരിക്കേണ്ടി വരും. അതായത് 46-ാം ദിവസം മാത്രമേ അടുത്ത റീഫില്ലിനായിട്ട് അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അമിതമായ സിലിണ്ടർ പൂഴ്ത്തിവയ്പ് തടയുന്നതിനും അർഹരായ എല്ലാവർക്കും ഗ്യാസ് സിലിണ്ടറുകൾ ലഭ്യമാക്കുന്നതിനും വേണ്ടിയിട്ടാണ് സർക്കാർ ഇത്തരമൊരു പരിഷ്കരണം ഇപ്പോൾ പുതുതായിട്ട് നടപ്പിലാക്കിയിരിക്കുന്നത്. ഓൺലൈൻ ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകളിലുമൊക്കെ തന്നെ ഈ മാറ്റങ്ങൾ ഇപ്പോൾ തന്നെ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. മുൻപ് ഗൂഗിൾ പേ, ഫോൺ പേ തുടങ്ങിയ വിവിധ ആപ്പുകൾ വഴി ബുക്ക് ചെയ്യുമ്പോൾ ലഭിച്ചിരുന്ന വേഗതയോ ക്യാഷ് ബാക്ക് ഓഫറുകളോ ഇപ്പോൾ പലർക്കും ലഭിക്കുന്നില്ല. കൺസ്യൂമർ ID-യോ മൊബൈൽ നമ്പർ നൽകി ബുക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിയന്ത്രണങ്ങൾ ഉള്ളതായിട്ട് കാണിക്കുന്നത് ഈ ഒരു സമയപരിധി കൃത്യമായിട്ട് പാലിക്കാത്തത് കൊണ്ടാണ്. അതിനാൽ തന്നെ ഗ്യാസ് ഏജൻസിയിലേക്ക് ഓടിപ്പോകുന്നതിന് മുൻപായിട്ട് തന്നെ നിങ്ങളുടെ ഗ്യാസ് ബുക്കിങ്ങിലുള്ള ഏജൻസിയുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ച് നിലവിലെ സ്റ്റാറ്റസ് അന്വേഷിക്കുന്നത് ഉചിതമായിരിക്കും. ഓരോ പ്രദേശത്തെയും സാഹചര്യങ്ങൾ അനുസരിച്ച് ബുക്കിങ്ങിൽ മാറ്റങ്ങൾ വരാം എന്നതിനാൽ തന്നെ വിതരണക്കാരുമായിട്ട് നേരിട്ട് ആശയവിനിമയം നടത്തുന്നത് ആശയക്കുഴപ്പങ്ങളൊക്കെ ഒഴിവാക്കാൻ നിങ്ങളെ സഹായിക്കും. ഗ്യാസ് സിലിണ്ടറിൻ്റെ വിലയിൽ വന്നിട്ടുള്ള വർധനവും ഉപഭോക്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നിലവിൽ 920 രൂപ മുതൽ 922 രൂപ വരെയാണ് സിലിണ്ടറിൻ്റെ അടിസ്ഥാന വിലയായിട്ട് കണക്കാക്കുന്നത്. എന്നാൽ നിങ്ങളുടെ വീട് ഗ്യാസ് ഏജൻസിയിൽ നിന്നും 5 കിലോമീറ്ററിൽ കൂടുതൽ ദൂരത്താണെങ്കിൽ അഡീഷണൽ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഈടാക്കാൻ നിയമപരമായിട്ടുള്ള അനുമതിയുണ്ട്. ഏകദേശം 50 രൂപ വരെയാണ് ഇത്തരത്തിൽ വിതരണക്കാർ ഈടാക്കാറുള്ളത്. ഇതുമൂലം സിലിണ്ടർ കൈപ്പറ്റുമ്പോൾ 970 രൂപയ്ക്കും 980 രൂപയ്ക്കും ഇടയിൽ നൽകേണ്ടി വന്നേക്കാം. എന്നാൽ നിശ്ചയിച്ചിട്ടുള്ള നിരക്കിനേക്കാൾ വലിയ തുക ആരെങ്കിലുമൊക്കെ ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ അനാവശ്യമായ സർവീസ് ചാർജുകൾ ഈടാക്കുകയോ ചെയ്താൽ ഉപഭോക്താക്കൾക്ക് പരാതി നൽകാനുള്ള അവകാശമുണ്ട്. ഇനി മറ്റൊരു സുപ്രധാന കാര്യം അത് ഗ്യാസ് കണക്ഷനിലെ ഇലക്ട്രോണിക് KYC പൂർത്തിയാക്കുന്നതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നിർദ്ദേശപ്രകാരം, പുതിയ നിയമപ്രകാരം എല്ലാ ഉപഭോക്താക്കളും തങ്ങളുടെ ആധാർ വിവരങ്ങൾ ഗ്യാസ് ഏജൻസിയുമായിട്ട് ബന്ധിപ്പിക്കേണ്ടതുണ്ട്. ഇത് ചെയ്തിട്ടില്ലാത്തവർക്ക് വരും ദിവസങ്ങളിൽ സിലിണ്ടർ വിതരണം തടസ്സപ്പെടാനോ അല്ലെങ്കിൽ സബ്സിഡി ആനുകൂല്യങ്ങളൊക്കെ നഷ്ടപ്പെടാനോ സാധ്യതയുണ്ട്. നിലവിൽ ഗ്യാസ് കണക്ഷൻ ഉടമ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കണക്ഷൻ മറ്റൊരു കുടുംബാംഗത്തിൻ്റെ പേരിലേക്ക് മാറ്റിയ ശേഷം, അതായത് ഓണർഷിപ്പ് ചേഞ്ചിന് ശേഷം മാത്രമേ ഇലക്ട്രോണിക് KYC ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഏജൻസിയിൽ നേരിട്ട് പോയോ അല്ലെങ്കിൽ ഗ്യാസ് കമ്പനികളുടെ ഔദ്യോഗിക മൊബൈൽ ആപ്ലിക്കേഷനുകൾ വഴിയോ ഫേസ് ഓതൻറ്റിക്കേഷൻ, അതായത് ഫേസ് RD ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ഇത് പൂർത്തിയാക്കാവുന്നതാണ്. ചുരുക്കത്തിൽ ഗ്യാസ് സിലിണ്ടർ വിതരണം നിന്നുപോകുമെന്ന പേടി വേണ്ടെങ്കിലും നിയമപരമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മളെല്ലാവരും തന്നെ അറിഞ്ഞിരിക്കണം. ആധാർ കാർഡ്, ഗ്യാസ് ബുക്ക്, അതോടൊപ്പം തന്നെ ലിങ്ക് ചെയ്ത മൊബൈൽ ഫോൺ എന്നിവ കൈവശം വെച്ച് ഇലക്ട്രോണിക് KYC നടപടികളൊക്കെ തന്നെ വളരെ വേഗത്തിൽ പൂർത്തിയാക്കുക. ബുക്കിങ്ങിലെ ദിവസ നിയന്ത്രണങ്ങൾ മനസ്സിലാക്കി സിലിണ്ടർ ഉപയോഗത്തിന് മിതത്വം പാലിക്കുന്നത് ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനായിട്ട് നിങ്ങളെ സഹായിക്കും. സോ ഈ അപ്ഡേറ്റ് മാക്സിമം നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇതുപോലുള്ള അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഫോളോ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.